ഹണി റോസിനെ അധിക്ഷേപിച്ചെന്ന കേസിൽ റിമാൻഡിലായ ബോബി ചെമ്മണ്ണൂരിന്റെ ജാമ്യാപേക്ഷ ഹൈക്കോടതി പരിഗണിക്കുന്നു. ഹർജിയിൽ നടിയെ വീണ്ടും അപമാനിക്കുന്നുണ്ടല്ലോ എന്ന് കോടതി ചോദിച്ചിരിക്കുകയാണ്. വിവരങ്ങളുമായി ലീഗൽ കറസ്പോണ്ടന്റ് ഷപ്ന സിയാദ് ചേരുന്നു. ഷപ്ന, ഹർജിയിൽ എന്തൊക്കെ വാദങ്ങളാണ് നടക്കുന്നത് ഇപ്പോൾ? ലക്ഷ്മി, കോടതി ആദ്യം തന്നെ FIS അതായത് ഫസ്റ്റ് ഇൻഫർമേഷൻ സ്റ്റേറ്റ്മെന്റ് കോടതി പരിശോധിച്ചു. അതോടൊപ്പം തന്നെ വീഡിയോ ദൃശ്യങ്ങളും കോടതി പരിശോധിക്കുന്നുണ്ട്. പ്രോസിക്യൂഷൻ ഇപ്പോൾ ഇതുമായി ബന്ധപ്പെട്ട് വലിയ വാദങ്ങൾ തന്നെ കോടതിയിൽ നടത്തുകയാണ്. കാരണം പ്രോസിക്യൂഷൻ ഉന്നയിക്കുന്ന ഏറ്റവും പ്രധാനപ്പെട്ട വാദം ജാമ്യം നൽകരുത് എന്നാണ്. സ്ഥിരമായി ഇത്തരത്തിൽ സ്ത്രീകളെ അല്ലെങ്കിൽ ഇത്തരം പരാമർശങ്ങൾ നടത്തുന്ന ആളാണ് എന്ന് പ്രോസിക്യൂഷൻ കോടതിയെ അറിയിച്ചിട്ടുണ്ട്. അതോടൊപ്പം തന്നെ കോടതി ചോദിക്കുന്ന ഒരു കാര്യം, ഈ പരാമർശങ്ങളിൽ ഡബിൾ മീനിങ് അതായത് ദ്വയാർത്ഥ ഉണ്ടല്ലോ എന്ന് കോടതി ചോദിക്കുന്നു. മെറിറ്റിൽ കേസ് വാദിച്ചാൽ അതായത് ഈ കേസിന്റെ ഒരു വസ്തുതയിലേക്ക് പോയാൽ അത് അംഗീകരിക്കാവുന്ന കുറ്റമല്ല എന്ന് കോടതി തന്നെ പറയുന്നുണ്ട്. മറ്റൊന്ന്, ഹർജിയിൽ നടിയെ വീണ്ടും അപമാനിക്കുന്നുണ്ട് എന്നാണ് കോടതിയുടെ പരാമർശം. കാരണം നടി ഇത്തരത്തിൽ ഒരു ശരീരം പ്രദർശിപ്പിക്കുന്ന ആള് എന്ന രീതിയിലുള്ള പരാമർശം ഈ ഹർജിയിലുണ്ടായിരുന്നു. ഈ ഹർജിയിലെ ഈ ഭാഗം ചൂണ്ടിക്കാണിച്ചാണ് കോടതി ഇത്തരം ഒരു പരാമർശം ഇപ്പോൾ നടത്തിയിട്ടുള്ളത്. ഏതായാലും ഇത്തരം പരാമർശങ്ങൾ നടത്തിയാൽ ഉണ്ടാകുന്ന പ്രത്യാഘാതം എന്താണ് എന്നറിയാമോ, അല്ലെങ്കിൽ അത് മനസ്സിലാക്കണം, പൊതുജനം മനസ്സിലാക്കണം എന്നാണ് കോടതി ഇപ്പോൾ പറയുന്നത്. കസ്റ്റഡി ഇനി ആവശ്യമുണ്ടോ എന്നും കോടതി ചോദിക്കുന്നുണ്ട്. കാരണം കുറച്ച് ദിവസങ്ങളായി ഇപ്പോൾ ജയിലിലാണ്. കൂടാതെ ചോദ്യം ചെയ്യൽ അടക്കമുള്ള കാര്യങ്ങൾ പൂർത്തിയാക്കി കഴിഞ്ഞു. ഈ ഒരു സാഹചര്യത്തിൽ ഇനിയും കസ്റ്റഡി വേണോ എന്ന് കോടതി ചോദിക്കുന്നു. ഏതായാലും ജാമ്യാപേക്ഷയിൽ വാദം നടക്കുകയാണ്. അല്പസമയത്തിനകം തന്നെ ഇതിന്റെ വിശദാംശങ്ങളിലേക്ക് നമുക്ക് വരാം. ഷബ്ന, ഏതായാലും പോലീസ് വളരെ ശക്തമായ റിപ്പോർട്ട് തന്നെയാണ് ബോബി ചെമ്മണ്ണൂരിനെതിരെ ഹൈക്കോടതിയിൽ സമർപ്പിച്ചിരിക്കുന്നത് എന്നാണ് മനസ്സിലാക്കുന്നത്. ഇതിൽ ഇത്തരത്തിൽ നിരന്തരം ദ്വയാർത്ഥ പ്രയോഗങ്ങൾ സ്ത്രീകൾക്കെതിരെ നടത്തുന്ന ആൾ എന്ന തരത്തിലാണ് പോലീസ് അറിയിച്ചിരിക്കുന്നത് എന്നാണ് മനസ്സിലാക്കുന്നത്. ലക്ഷ്മി, അങ്ങനെ രേഖാമൂലം അറിയിച്ചതായിട്ട് അറിവില്ല. പക്ഷേ കോടതിയിൽ ഇപ്പോൾ പ്രോസിക്യൂഷൻ വാദം നടത്തുന്നുണ്ട്. ഇത്തരം ഒരു പരാമർശങ്ങൾ അല്ലെങ്കിൽ സ്ഥിരമായി ഈ രീതിയിലുള്ള പരാമർശങ്ങളാണ് നടത്തുന്നത് ഇദ്ദേഹം, അത്തരത്തിലുള്ള വ്യക്തിയാണ്, അതുകൊണ്ട് ജാമ്യം നൽകരുത് എന്ന് പ്രോസിക്യൂഷൻ ഇപ്പോൾ കോടതിയിൽ വാദം ഉന്നയിക്കുന്നുണ്ട്. അതോടൊപ്പം തന്നെ FIS, FIR അടക്കമുള്ള രേഖകളും കോടതിയിൽ ഹാജരാക്കിയിട്ടുണ്ട്. ഏതായാലും ഇതിന്റെ വാദം നടക്കുകയാണ്. അതുകൊണ്ട് തന്നെ നമുക്ക് അല്പസമയത്തിനകം തന്നെ ഇതിന്റെ വിശദാംശങ്ങളിലേക്ക് വീണ്ടും വരാം. തീർച്ചയായും കൂടുതൽ വിവരങ്ങൾ ഷപ്ന അവിടെ നിന്ന് എടുക്കുന്നതേ ഉള്ളൂ എന്നാണ് മനസ്സിലാക്കുന്നത്. കാരണം അവിടെ വാദപ്രതിവാദങ്ങൾ നടന്നുകൊണ്ടിരിക്കുകയാണ്. ഹണി റോസിനെ അധിക്ഷേപിച്ച ആ കേസിൽ റിമാൻഡിലായ ബോബി ചെമ്മണ്ണൂരിൻ്റെ ജാമ്യാപേക്ഷയാണ് ഹൈക്കോടതി ഇന്ന് വീണ്ടും പരിഗണിക്കുന്നത്. ഹർജിയിൽ നടിയെ വീണ്ടും അപമാനിക്കുന്നുണ്ടല്ലോ എന്ന് കോടതി ചോദിക്കുന്നുണ്ട്. പോലീസ് ഏതായാലും ശക്തമായി തന്നെ ബോബി ചെമ്മണ്ണൂരിനെതിരെ നിലപാട് സ്വീകരിച്ചിരിക്കുകയാണ്. ഇത്തരത്തിൽ സ്ഥിരമായി സ്ത്രീകൾക്കെതിരെ ദ്വയാർത്ഥ പ്രയോഗം നടത്തുന്നുണ്ട് ബോബി ചെമ്മണ്ണൂർ എന്ന കാര്യം പോലീസ് കോടതിയെ അറിയിച്ചിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ജാമ്യം ലഭിച്ചാൽ അത് തെറ്റായ സന്ദേശമാകും എന്നാണിപ്പോൾ അറിയിച്ചിരിക്കുന്നത്. കോടതിയിൽ വാദപ്രതിവാദങ്ങൾ നടക്കുകയാണ്. ഇനി കസ്റ്റഡി ആവശ്യമുണ്ടോ എന്നും കോടതി ഏതായാലും ചോദിച്ചിട്ടുണ്ട്. എന്തായിരിക്കും ഈ ജാമ്യ ഹർജിയിൽ കോടതി വിധി പറയുക എന്നുള്ളതറിയാൻ എല്ലാവർക്കും താല്പര്യമുള്ള കേസാണ്. കാരണം നമുക്കറിയാം, എല്ലാവരും ശ്രദ്ധിച്ച ഒരു കേസാണ്. ഹണി റോസിനെതിരെ ബോബി ചെമ്മണ്ണൂർ നടത്തിയ പരാമർശം, അതിനെ തുടർന്ന് നിരന്തരം അവർക്ക് ബോബി ചെമ്മണ്ണൂരിൽ നിന്നും ഇത്തരത്തിലുള്ള ദ്വയാർത്ഥ പ്രയോഗങ്ങൾ നേരിടേണ്ടി വന്നതിനെക്കുറിച്ച്, പിന്തുടർന്ന് തന്നെ അധിക്ഷേപിച്ചതിനെക്കുറിച്ച് ഹണി റോസ് ആദ്യം സോഷ്യൽ മീഡിയ വഴിയാണ് പ്രതികരിച്ചത്. മാധ്യമങ്ങൾ വാർത്തയാക്കുന്നു. പിന്നാലെ വീണ്ടും അതേ പരാമർശങ്ങൾ ബോബി ചെമ്മണ്ണൂർ ആവർത്തിക്കുന്നു. അങ്ങനെയാണ് പോലീസിലേക്ക് പരാതി കൊടുക്കുന്ന സാഹചര്യമൊക്കെ ഉണ്ടായത്. ഏതായാലും ഇപ്പോൾ റിമാൻഡിൽ കഴിയുകയാണ് ബോബി ചെമ്മണ്ണൂർ. ഈ ജാമ്യ ഹർജിയിലെ വിധി 3:30 വരും എന്നുള്ളതാണ് ഇപ്പോൾ ലഭിക്കുന്ന വിവരം. ബോബി ചെമ്മണ്ണൂരിന്റെ ജാമ്യാപേക്ഷയിൽ വിധി 3:30 എത്തും. ഷപ്ന, വിധി 3:30 എത്തുകയുള്ളൂ അല്ലേ?
ഏതായാലും ജാമ്യം കോടതി അനുവദിച്ചിരിക്കുന്നു. 3:30 ഈ വിധിയുടെ വിശദാംശങ്ങൾ അപ്ലോഡ് ചെയ്യും എന്നാണ് കോടതി വ്യക്തമാക്കിയത്. ബോബി ചെമ്മണ്ണൂരിന് ജാമ്യം അനുവദിച്ചുകൊണ്ടാണ് കോടതിയുടെ ഉത്തരവ്. ബോബി ചെമ്മണ്ണൂരിന് ജാമ്യം അനുവദിച്ചിരിക്കുന്നു. എന്നാൽ ഇതിന്റെ വിധിയുടെ വിശദാംശങ്ങൾ അപ്ലോഡ് ചെയ്യുന്നത് 3:30 എന്നാണ് കോടതി ഇപ്പോൾ വ്യക്തമാക്കിയത്. പ്രോസിക്യൂഷൻ തന്നെ വ്യക്തമാക്കിയ ഒരു കാര്യം, ഇത് സമൂഹത്തിന് ശരിയായ സന്ദേശം നൽകണം എന്ന രീതിയിലാണ് ഈ കേസ് കാണേണ്ടത് എന്ന് പ്രോസിക്യൂഷൻ പറഞ്ഞു. ഏതായാലും ബോബി ചെമ്മണ്ണൂരിന് ഇപ്പോൾ ജാമ്യം ലഭിച്ചിരിക്കുന്നു. ലക്ഷ്മി, ബോബി ചെമ്മണ്ണൂരിന് ജാമ്യം കിട്ടിയിരിക്കുന്നു എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട വാർത്ത. അതിന്റെ വിശദാംശങ്ങളാണ് 3:30 അപ്ലോഡ് ചെയ്യും എന്ന് കോടതി അറിയിച്ചിരിക്കുന്നത്. ബോബി ചെമ്മണ്ണൂർ ഇപ്പോൾ കാക്കനാട് ജില്ലാ ജയിലിലാണ് ഉള്ളത്. ഏതായാലും ബോബി ചെമ്മണ്ണൂരിന് ജാമ്യം അനുവദിച്ചിരിക്കുന്നു. ഷപ്ന, എന്തൊക്കെ വാദപ്രതിവാദങ്ങളാണ് നടന്നത്? ജാമ്യം അനുവദിക്കാനുള്ള കോടതിയുടെ തീരുമാനം അത് എന്തൊക്കെ പരിഗണിച്ചുകൊണ്ടാണ് എന്നാണ് മനസ്സിലാക്കേണ്ടത്? ലക്ഷ്മി, അത്തരത്തിലുള്ള വിശദാംശങ്ങൾ നമുക്ക് ഈ ഘട്ടത്തിൽ ലഭ്യമല്ല. ഇപ്പോൾ കോടതി പറഞ്ഞിട്ടുള്ളത് ജാമ്യം നൽകുന്നുണ്ട്, പക്ഷേ ഇതിന്റെ വിശദാംശങ്ങൾ 3:30 അപ്ലോഡ് ചെയ്യാം എന്നാണ്. ഏതായാലും കോടതി ഇതിൽ പറഞ്ഞിട്ടുള്ളത് ജാമ്യാപേക്ഷയിലെ ഉത്തരവ് 3:30 പറയാം എന്ന് പറയുന്നു. അതോടൊപ്പം തന്നെ ഈ ബോബി ചെമ്മണ്ണൂരിന് ജാമ്യം നൽകാം എന്ന തീരുമാനത്തിൽ കോടതി എത്തിയിട്ടുണ്ട്. അതിന്റെ വിശദാംശങ്ങൾ എനിക്കൊന്ന് എടുക്കേണ്ടതുണ്ട് ലക്ഷ്മി. അതുകൊണ്ട് തീർച്ചയായും ഷപ്ന, അതിലേക്ക് തിരിച്ചെത്താം. ആ വിശദാംശങ്ങളിലേക്ക് തിരിച്ച് എത്താം. ഇപ്പോഴത്തെ വാർത്ത ബോബി ചെമ്മണ്ണൂരിന് ജാമ്യം കിട്ടി എന്നുള്ളതാണ്. വിശദമായ വിധി 3:30 അപ്ലോഡ് ചെയ്യുമെന്നാണ് കോടതി അറിയിച്ചിരിക്കുന്നത്. കാക്കനാട് ജയിലിൽ കഴിയുന്ന ബോബി ചെമ്മണ്ണൂർ പുറത്തേക്ക് ഇറങ്ങുകയാണ്. ഹണി റോസ് നൽകിയ ലൈംഗിക അധിക്ഷേപ പരാതിയിലെ കേസിലാണ് ഇപ്പോൾ ഹൈക്കോടതി ജാമ്യം അനുവദിച്ചിരിക്കുന്നത് ബോബി ചെമ്മണ്ണൂരിന്. ഇനിയും കസ്റ്റഡിയിൽ തുടരേണ്ട കാര്യമുണ്ടോ എന്ന് കോടതി ചോദിക്കുന്നുണ്ടായിരുന്നു. ഏതായാലും ബോബി ചെമ്മണ്ണൂർ പുറത്തിറങ്ങിയാൽ വീണ്ടും ഇത്തരത്തിലുള്ള പരാമർശങ്ങൾ ആവർത്തിക്കുമെന്നും അതുകൊണ്ട് അതൊരു തെറ്റായ സന്ദേശമാകുമെന്നും ജാമ്യം കൊടുക്കരുത് എന്നുമാണ് പോലീസ് നിലപാട് സ്വീകരിച്ചത്. പ്രോസിക്യൂഷൻ അതിശക്തമായ വാദമുഖങ്ങൾ തന്നെ നിരത്തി. പക്ഷേ ബോബി ചെമ്മണ്ണൂരിന് ജാമ്യം ലഭിക്കുന്ന സാഹചര്യമാണ് ഇപ്പോൾ ഉണ്ടായിരിക്കുന്നത്. ഹൈക്കോടതിയാണ് ബോബി ചെമ്മണ്ണൂരിന് ജാമ്യം അനുവദിച്ചത്. ബോബി ചെമ്മണ്ണൂർ ഹണി റോസിനെതിരെ നടത്തിയ പരാമർശം അത് എല്ലാവർക്കും ഓർമ്മയുള്ളതാണ്. അത്തരം പരാമർശങ്ങൾ നടത്തുന്നു, പിന്തുടർന്ന് ഉപദ്രവിക്കുന്നു എന്ന പരാതി കഴിഞ്ഞ ഒരു 2 ആഴ്ചയ്ക്കുള്ളിലാണ് അതുമായി ബന്ധപ്പെട്ട പരാതികൾ എല്ലാവരുടെയും ശ്രദ്ധയിൽ വന്നത്. അത് ഹണി റോസ് അതുമായി ബന്ധപ്പെട്ട് സാമൂഹ്യ മാധ്യമത്തിൽ പോസ്റ്റ് ചെയ്യുന്നു. തുടർന്നും അതേ പരാമർശം നടത്തുകയായിരുന്നു ബോബി ചെമ്മണ്ണൂർ ചെയ്തത്. അങ്ങനെയാണ് അവർ പോലീസ് കേസുമായി മുന്നോട്ട് പോകുവാനുള്ള തീരുമാനം എടുത്തത്. ഏതായാലും ബോബി ചെമ്മണ്ണൂരിനെ ഇപ്പോൾ ജാമ്യം അനുവദിച്ചിരിക്കുന്നു ഹൈക്കോടതി എന്നുള്ളതാണ് ഏറ്റവും ഒടുവിൽ പുറത്തുവരുന്ന വാർത്ത. ഷബ്ന, കൂടുതൽ വിവരങ്ങൾ ലഭിക്കുന്നുണ്ടോ? കോടതിയിൽ നടന്ന വാദപ്രതിവാദങ്ങൾ സംബന്ധിച്ച് ഇത് സംബന്ധിച്ച് ചെറിയൊരു ആശയക്കുഴപ്പം നിലനിന്നിരുന്നു. കോടതി ഇതിൽ ജാമ്യം അനുവദിച്ചോ ഇല്ലയോ എന്നത് സംബന്ധിച്ച്. എന്നാൽ കോടതി ഇപ്പോൾ പറഞ്ഞിട്ടുള്ളത് ജാമ്യം അനുവദിക്കുന്നുണ്ട്, പക്ഷേ അതിന്റെ വിശദാംശങ്ങൾ വിശദമായ ഉത്തരവ് 3:30 മാത്രമേ പറയുന്നുള്ളൂ എന്നതാണ് പറഞ്ഞിട്ടുള്ളത്. ഏതായാലും ബോബി ചെമ്മണ്ണൂരിന് ജാമ്യം നൽകാം എന്ന് കോടതി വാക്കാൽ ഇപ്പോൾ പറഞ്ഞിരിക്കുന്നു. 3:30 ഇതുമായി ബന്ധപ്പെട്ട വിശദമായ ഉത്തരവ് വരിക. കോടതി ഈ കേസുമായി ബന്ധപ്പെട്ട് നേരത്തെ തന്നെ ആദ്യം തന്നെ ഇതിന്റെ FIS അതോടൊപ്പം തന്നെ വീഡിയോ ദൃശ്യങ്ങൾ അടക്കമുള്ള കാര്യങ്ങൾ പരിശോധിച്ചിരുന്നു. ഇതിൽ ഈ നടിയെ അപമാനിക്കുന്ന രീതിയിലുള്ള പരാമർശങ്ങൾ ഉണ്ടല്ലോ, ദയാർത്ഥമുണ്ടല്ലോ തുടങ്ങിയ കാര്യങ്ങൾ കോടതി ചോദിച്ചിരുന്നു. അതോടൊപ്പം തന്നെ കേസിന്റെ മെറിറ്റിലേക്ക് പോയാൽ, അതായത് ഈ കേസുമായി ബന്ധപ്പെട്ട വസ്തുതയിലേക്ക് പോയിട്ടുണ്ടെങ്കിൽ അത്തരത്തിലുള്ള കാര്യങ്ങൾ പരിശോധിച്ചാൽ ഗുരുതരമായ കുറ്റകൃത്യം തന്നെ ചെയ്തിട്ടുണ്ട് എന്ന് മനസ്സിലാകുന്നു. പക്ഷേ ഇത്രയും ദിവസം കസ്റ്റഡിയിൽ കഴിഞ്ഞ ഒരു സാഹചര്യം, അതോടൊപ്പം തന്നെ പ്രതി ചോദ്യം ചെയ്യലിന് വിധേയനായിരുന്നു. ഇതിന്റെ തെളിവ് ശേഖരണം
പൂർത്തിയായി. ആ ഒരു സാഹചര്യത്തിൽ ഇനിയും കസ്റ്റഡിയിൽ തുടരേണ്ട സാഹചര്യം ഇല്ലല്ലോ എന്ന് കോടതി ചൂണ്ടിക്കാണിക്കുകയും ജാമ്യം നൽകാം എന്ന് വാക്കാൽ പറയുകയും ചെയ്തു. ഏതായാലും ഇതിന്റെ വിശദമായ ഉത്തരവ് 3:30 പുറത്തിറക്കുക. കോടതി ഏതായാലും നിലപാടെടുത്തത് ഇത് കുറ്റകൃത്യം, അതായത് ഒരു സ്ത്രീയോട് ലൈംഗിക ചുവയോടെ സംസാരിച്ചു എന്നത് സംബന്ധിച്ചുള്ള കുറ്റകൃത്യം നിലനിൽക്കുന്നത് തന്നെയാണ്. പക്ഷേ ഇതിൽ കസ്റ്റഡി ഇനിയും ഒരാളെ തടവിൽ വെച്ച് ചോദ്യം ചെയ്യേണ്ട സാഹചര്യമുണ്ടോ അല്ലെങ്കിൽ ജയിലിൽ പാർപ്പിക്കേണ്ട സാഹചര്യമുണ്ടോ എന്ന കാര്യം മാത്രമാണ് പരിശോധിച്ചത്. അല്ലാതെ ഈ കേസിന്റെ മെറിറ്റ് ഇല്ല എന്ന് കോടതി വ്യക്തമാക്കിയിട്ടില്ല. ജസ്റ്റിസ് PV കുഞ്ഞികൃഷ്ണന്റെ ബെഞ്ചാണ് ഈ ഹർജി പരിഗണിച്ചത്. വാദത്തിൽ പറഞ്ഞത് നിരന്തരമായി ഇത്തരത്തിൽ സ്ത്രീകളോട് അശ്ലീല പരാമർശങ്ങൾ നടത്തുന്ന വ്യക്തിയാണ്, അതുകൊണ്ട് ജാമ്യം നൽകരുത് എന്നതായിരുന്നു പ്രോസിക്യൂഷന്റെ വാദം. പ്രതിഭാഗം പറഞ്ഞത് 7 വർഷം മാത്രം തടവ് ലഭിക്കാവുന്ന കുറ്റകൃത്യമാണ്. തന്നെയുമല്ല ഇനി ഇത്തരത്തിലുള്ള കുറ്റകൃത്യങ്ങൾ ആവർത്തിക്കില്ല, ഇത്തരം പരാമർശങ്ങൾ ആവർത്തിക്കില്ല എന്ന് കഴിഞ്ഞ ദിവസം തന്നെ അദ്ദേഹത്തിന്റെ അഭിഭാഷകൻ കോടതിയിൽ അറിയിക്കുകയും ചെയ്തിരുന്നു. ഈ ഒരു സാഹചര്യത്തിലാണ് കൂടുതൽ കസ്റ്റഡിയിൽ തുടരേണ്ടതില്ല എന്ന് വ്യക്തമാക്കിയാണ് ഇപ്പോൾ ജാമ്യം നൽകാം എന്ന തീരുമാനത്തിൽ ജസ്റ്റിസ് PV കുഞ്ഞികൃഷ്ണൻ എത്തിയിട്ടുള്ളത്. പക്ഷേ അതിന്റെ വിധി പുറപ്പെടുവിച്ചിട്ടില്ല. 3:30 വിധി. ജാമ്യം നൽകാം എന്ന് കോടതി പറഞ്ഞിരിക്കുന്നു. എന്തായാലും ബുധനാഴ്ചയാണ് ബോബി ചെമ്മണ്ണൂർ ജയിലിലായത്. അതിനുശേഷം ഇപ്പോൾ 5 ദിവസത്തെ ജയിൽവാസത്തിന് ശേഷം ബോബി ചെമ്മണ്ണൂർ പുറത്തേക്ക് ഇറങ്ങുമെന്നുള്ളതാണ് ലഭിക്കുന്ന വിവരം. ജാമ്യാപേക്ഷയുടെ ആ ഉത്തരവിൽ വിശദാംശങ്ങൾ അറിയാനിരിക്കുന്നതേ ഉള്ളൂ. ജാമ്യം അനുവദിക്കും എന്ന കാര്യം കോടതി എന്തായാലും വാക്കാൽ പറഞ്ഞിട്ടുണ്ട്. ആ ഉത്തരവ് പുറത്തിറങ്ങിയിട്ടില്ല. പക്ഷേ ബോബി ചെമ്മണ്ണൂരിന് ജാമ്യം എന്ന ഈ ഘട്ടത്തിൽ നമുക്ക് പറയാൻ കഴിയും. അങ്ങനെ തന്നെയാണ് കോടതി വ്യക്തമാക്കിയിരിക്കുന്നത്. ഷപ്ന സിയാദ് തുടരുന്നുണ്ട്. ഷപ്ന, ഇത്തരം സ്ത്രീകൾക്കെതിരായ ദ്വയാർത്ഥ പ്രയോഗങ്ങൾ പതിവാക്കിയ ആളാണ്. അതുകൊണ്ട് തന്നെ പുറത്തേക്ക് ഇറക്കുന്നത് അതൊരു തെറ്റായ സന്ദേശം നൽകും. എന്താ വാദമാണ് അവിടെ പ്രോസിക്യൂഷൻ ഉയർത്തിയത് എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. അതിനോട് കോടതിയുടെ പ്രതികരണം ഏത് തരത്തിലായിരുന്നു? ഈ ബോബി ചെമ്മണ്ണൂർ കുറ്റം ചെയ്തില്ല എന്ന് കോടതി പറയുന്നില്ല. കുറ്റം ചെയ്തു, ദ്വയാർത്ഥ പ്രയോഗം നടത്തി. അതോടൊപ്പം തന്നെ ഈ ഹർജിയിലും, അതായത് ഈ ജാമ്യാപേക്ഷയുമായി കോടതിയെ സമീപിച്ചപ്പോൾ നൽകിയിട്ടുള്ള ഹർജിയിലും ഹണി റോസിനെ മോശമാക്കുന്ന രീതിയിലുള്ള ചിത്രീകരണമുണ്ട്. കാരണം ഇത്തരത്തിൽ ശരീരം പ്രദർശിപ്പിക്കുന്ന സ്വഭാവമുള്ള ആളാണ് തുടങ്ങിയ കാര്യങ്ങൾ ഈ ജാമ്യാപേക്ഷയിൽ തന്നെ ഉൾപ്പെടുത്തിയിരിക്കുന്നു. അത്തരത്തിലുള്ള പരാമർശങ്ങളെല്ലാം കോടതി എടുത്തു പറയുകയും ചെയ്തു. ഇത് ദ്വയാർത്ഥ പ്രയോഗം നടത്തിയിട്ടുണ്ട്. ഇത്തരം സ്ത്രീകളോട് അധിക്ഷേപമായി സംസാരിക്കുന്ന, അശ്ലീല സംസാരിക്കുന്ന ആളുകൾക്ക്, പൊതുജനങ്ങൾക്ക് ഇതൊരു താക്കീതാകണം തുടങ്ങിയ കാര്യങ്ങൾ കോടതി പറയുകയും ചെയ്തു. എന്നാൽ ഇപ്പോൾ 5 ദിവസമായി ജയിലിലാണ്. കൂടാതെ ഈ കേസുമായി ബന്ധപ്പെട്ട് നമുക്കറിയാം, ഇതിൽ വലിയ മറ്റ് ക്രിമിനൽ കേസുകളിലെ പോലെ വലിയ തെളിവെടുപ്പോ അല്ലെങ്കിൽ പ്രതിയെ സംഭവ സ്ഥലത്ത് എത്തിച്ചത് തെളിവെടുപ്പ് അല്ലെങ്കിൽ മറ്റ് സാക്ഷികളെ ചോദ്യം ചെയ്യൽ, അത്തരമുള്ള കാര്യങ്ങളിലേക്കൊന്നും പോകേണ്ട ഒരു സാഹചര്യമില്ല. കാരണം സോഷ്യൽ മീഡിയ വഴി ഈ രീതിയിൽ പ്രചരണം നടത്തി എന്നതാണ് ആരോപണം. മറ്റൊന്ന് ഒരു വീഡിയോ ദൃശ്യങ്ങളാണ്. ഈ വീഡിയോ ദൃശ്യങ്ങൾ പോലീസിൻ്റെ കൈവശമുണ്ട്. സോഷ്യൽ മീഡിയ വഴി പ്രചരണം നടത്തിയത് സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമുകളിൽ നിന്ന് പോലീസിന് അത് ശേഖരിക്കാവുന്ന കാര്യമേ ഉള്ളൂ. മറ്റൊന്ന് ബോബി ചെമ്മണ്ണൂരിൻ്റെ ചോദ്യം ചെയ്യൽ പൂർത്തിയായി കഴിഞ്ഞിരിക്കുന്നു. കാരണം കസ്റ്റഡിയിലെടുത്ത് അതിനുശേഷം 24 മണിക്കൂർ പോലീസിൻ്റെ കസ്റ്റഡി കിട്ടിയതാണ്. ആ സമയങ്ങളിലെല്ലാം ചോദ്യം ചെയ്യൽ പൂർത്തിയാക്കുകയും ആ രീതിയിൽ മൊഴിയെടുക്കൽ എല്ലാം പൂർത്തിയായ സാഹചര്യത്തിൽ ഇനിയും കസ്റ്റഡിയിൽ തുടരേണ്ട സാഹചര്യമില്ല എന്നാണ് കോടതി ചൂണ്ടിക്കാണിക്കുന്നത്. കാരണം ഇത്തരം ഒരു കുറ്റകൃത്യത്തിൽ ഇനി കസ്റ്റഡിയിൽ വെച്ച് ചോദ്യം ചെയ്യേണ്ടതില്ല. മറ്റൊന്ന്, പോലീസ് കസ്റ്റഡി അപേക്ഷ നൽകിയിരുന്നില്ല. ആദ്യഘട്ടത്തിൽ മജിസ്ട്രേറ്റ് കോടതിയിൽ ജാമ്യാപേക്ഷ സമർപ്പിച്ചപ്പോൾ പോലും പോലീസ് കസ്റ്റഡി അപേക്ഷ നൽകിയിരുന്നില്ല. കസ്റ്റഡിയിൽ ചോദ്യം ചെയ്യേണ്ട സാഹചര്യമില്ല എന്ന് കോടതി തന്നെ ഇപ്പോൾ വ്യക്തമാക്കാനുള്ള ഒരു കാരണവും അതാണ്. അതുകൊണ്ട് ആ രീതിയിൽ കസ്റ്റഡിയിൽ ആവശ്യമില്ലാത്തതുകൊണ്ട് തന്നെ ഇനിയിപ്പോൾ ഈ ജയിലിൽ തുടരേണ്ട സാഹചര്യമില്ല എന്ന് ചൂണ്ടിക്കാണിച്ചാണ് ഇപ്പോൾ ജാമ്യം അനുവദിക്കാം എന്ന് ജസ്റ്റിസ് PV കുഞ്ഞികൃഷ്ണൻ പറഞ്ഞത്. പക്ഷേ ഈ ഉത്തരവ് 3:30 പറയും എന്ന് പറയുന്നു. ഇനിയിപ്പോൾ ഈ ഉത്തരവ് ഇന്ന് വന്നാൽ, അതായത് ഈ ഉത്തരവ് 3:30 അപ്ലോഡ് ചെയ്താൽ അത് ജയിലിലെത്തിച്ച് ജയിലിലെ നടപടികൾ പൂർത്തിയാക്കി ഒരു പക്ഷേ ഇന്ന് തന്നെ ബോബി ചെമ്മണ്ണൂർ ജയിൽ മോചിതനാകാനുള്ള സാധ്യത തന്നെയാണ് കാണുന്നത്. കാരണം എറണാകുളത്ത് തന്നെയാണ് ജയിൽ. അതുകൊണ്ട് തൊട്ടടുത്ത് തന്നെ, ഹൈക്കോടതിയുടെ തൊട്ടടുത്താണ്. ഈ ഉത്തരവ് 3:30 അപ്ലോഡ് ചെയ്യാം എന്നാണ് പറയുന്നത്. ഈ 3:30 ഉത്തരവ് അപ്ലോഡ് ചെയ്ത് ജഡ്ജ് ഒപ്പിട്ട് ഉത്തരവ് കൈപ്പറ്റിയാൽ പിന്നീട് ബാക്കി നടപടികൾ, ബോണ്ട് അടക്കമുള്ള മറ്റ് നടപടിക്രമങ്ങൾ പൂർത്തീകരിച്ചാൽ ഇന്ന് വൈകിട്ടോടെ ബോബി ചെമ്മണ്ണൂരിന് ജയിൽ മോചിതനാകാൻ സാധിക്കും.
ബോബി ചെമ്മണ്ണൂരിന് ജാമ്യം അനുവദിക്കാമെന്നാണ് ഹൈക്കോടതി വ്യക്തമാക്കിയിരിക്കുന്നത്. 3:30-ഓടെ ഉത്തരവ് പുറത്തേക്കിറങ്ങും. അത് കാക്കനാട് ജില്ലാ ജയിലിൽ എത്തിച്ചാൽ മാത്രമാണ് ബോബി ചെമ്മണ്ണൂരിന് ഇന്ന് പുറത്തിറങ്ങാൻ കഴിയുക. ഇന്ന് തന്നെ ആ നടപടിക്രമങ്ങൾ പൂർത്തിയാക്കും. ബോബി ചെമ്മണ്ണൂർ ഇന്ന് തന്നെ പുറത്തേക്കിറങ്ങും എന്നുള്ളതാണ് ലഭിക്കുന്ന വിവരം. അങ്ങനെ തന്നെ വേണം മനസ്സിലാക്കാൻ. ബുധനാഴ്ച രാവിലെയായിരുന്നു ബോബി ചെമ്മണ്ണൂരിനെ വയനാട്ടിൽ നിന്നും പ്രത്യേക അന്വേഷണ സംഘം കസ്റ്റഡിയിൽ എടുക്കുന്നത്. അന്ന് തന്നെ രാത്രി എറണാകുളത്ത് എത്തിച്ച് അറസ്റ്റ് രേഖപ്പെടുത്തുകയായിരുന്നു. ഏതായാലും കഴിഞ്ഞ 5 ദിവസമായി ബോബി ചെമ്മണ്ണൂർ ജയിലിലാണ് കഴിയുന്നത്. ഇന്ന് ജാമ്യ ഹർജി വീണ്ടും പരിഗണിക്കുമ്പോഴാണ് ജാമ്യം അനുവദിക്കാമെന്ന് കോടതി ഉത്തരവിട്ടിരിക്കുന്നത്. ഇനി കസ്റ്റഡിയിൽ ചോദ്യം ചെയ്യേണ്ട അടക്കം കാര്യങ്ങളില്ല. എന്നാൽ ഈ ചെയ്ത കുറ്റത്തിൻ്റെ ഗൗരവം ഒട്ടും കുറയുന്നില്ല എന്ന് അസേർട്ട് ചെയ്ത് തന്നെയാണ് കോടതി ഈ ഒരു തീരുമാനത്തിലേക്ക് എത്തിച്ചേർന്നിരിക്കുന്നത് എന്ന് തന്നെ വേണം മനസ്സിലാക്കാൻ. ഷബ്ന, അങ്ങനെ തന്നെയല്ലേ? ഈ ചെയ്ത കുറ്റം അത് ആവർത്തിച്ച് കോടതി പറയുന്നുണ്ടായിരുന്നു എന്നാണ് മനസ്സിലാക്കുന്നത് വാദപ്രതിവാദത്തിനിടയിൽ, അല്ലേ? തീർച്ചയായും. കാരണം ഈ ബോബി ചെമ്മണ്ണൂർ ഈ ജാമ്യാപേക്ഷയിൽ പറഞ്ഞിരുന്നത് താൻ നിരപരാധിയാണ്, താൻ അത്തരത്തിൽ അശ്ലീല പരാമർശങ്ങൾ നടത്തിയിട്ടില്ല, ദ്വയാർത്ഥ പരാമർശം നടത്തിയിട്ടില്ല. മറ്റൊന്ന്, ഈ വീഡിയോ ദൃശ്യങ്ങൾ ഉണ്ട് എന്ന് പറയുന്ന കണ്ണൂർ ആലക്കോട് നടന്ന ഷോറൂം ഉദ്ഘാടനത്തിൻ്റെ വേളയിലാണ്. ഈ ഉദ്ഘാടനവുമായി ബന്ധപ്പെട്ട് ഈ നടി തന്നെ, ഈ പരാതിക്കാരി തന്നെ അവരുടെ സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമിൽ ഈ ദൃശ്യങ്ങൾ അല്ലെങ്കിൽ ഈ ബോബി ചെമ്മണ്ണൂരും ഒത്തുള്ള ഫോട്ടോകൾ അടക്കം അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. അത്തരത്തിൽ പോസ്റ്റുകൾ, വളരെ പോസിറ്റീവായി പോസ്റ്റുകൾ ഇട്ടിട്ടുണ്ട് തുടങ്ങിയ കാര്യങ്ങൾ കോടതിയിൽ അറിയിച്ചിരുന്നു. മറ്റൊന്ന്, ഈ 5 മാസം കഴിഞ്ഞാണ് ഇത്തരത്തിലൊരു പരാതിയുമായി സമീപിക്കുന്നത്. ഇത്തരം പരാതി ഉന്നയിക്കുന്ന ഒരു കാലയളവ്, കാരണം ആ ഒരു ഘട്ടത്തിലൊന്നും ഇത്തരം ഒരു സംഭവം നടന്നു, അതിനുശേഷം ആ ഒരു ഘട്ടത്തിലൊന്നും പരാതി ഉന്നയിക്കാതെ പിന്നീട് 5 മാസം കഴിഞ്ഞിട്ട് ഇപ്പോൾ ഈ പരാതി ഉന്നയിക്കുന്നത് സിനിമയുടെ പ്രൊമോഷനുമായി ബന്ധപ്പെട്ടാണ്. തന്നെ സോഷ്യൽ മീഡിയയിലൂടെ വലിയ തോതിൽ അപമാനിച്ചു എന്ന് ബോബി ചെമ്മണ്ണൂരും പറയുന്നു. കാരണം ഈ നടി തന്നെ സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമിൽ ഈ പരാതിയുടെ വിശദാംശങ്ങൾ ഇടുകയും ആ രീതിയിൽ ചർച്ച നടത്തുകയും ഒക്കെ ചെയ്തിരുന്നു തുടങ്ങിയ കാര്യങ്ങൾ കോടതിയിൽ ഉന്നയിച്ചിരുന്നു. ഇന്നിപ്പോൾ കോടതി പറഞ്ഞത് അത്തരം കാര്യങ്ങളിലേക്കൊന്നും കോടതി കടക്കുന്നില്ല, കേസിൻ്റെ മെറിറ്റിലേക്ക് കടക്കുന്നില്ല. മെറിറ്റിലേക്ക് കടന്നാൽ ഇതിൽ കുറ്റകൃത്യമുണ്ട്, ദ്വയാർത്ഥ പ്രയോഗമുണ്ട്, ഈ ഹർജിയിൽ പോലും ഇത്തരത്തിലുള്ള പരാമർശങ്ങളുണ്ട്. അതുകൊണ്ട് തന്നെ ഇത്തരം ഒരു കുറ്റം ചെയ്തില്ല എന്ന് പറയാൻ പറ്റില്ല. പക്ഷേ ഇനിയും കസ്റ്റഡിയിൽ തുടരേണ്ട ഒരു സാഹചര്യം നിലവിലില്ല. അതുകൊണ്ട് ജാമ്യം നൽകാം എന്ന് കോടതി പറയുന്നുണ്ട്. പ്രോസിക്യൂഷൻ ഈ ജാമ്യാപേക്ഷയെ എതിർക്കുകയും ചെയ്തിരുന്നു. ഇതുപോലെ നമുക്കറിയാം, മജിസ്ട്രേറ്റ് കോടതിയിൽ ഈ ജാമ്യാപേക്ഷ എത്തിയ വേളയിലും പ്രോസിക്യൂഷൻ ശക്തമായ നിലപാട് തന്നെ സ്വീകരിച്ചിരുന്നു. സ്ത്രീകൾക്കെതിരെ ഇത്തരത്തിലുള്ള മോശം പരാമർശം നടത്തുന്നത് സ്ഥിരം സ്വഭാവമാക്കിയ ആളാണ്. അതുകൊണ്ട് തന്നെ ഇത്തരം പരാമർശങ്ങൾ നടത്തിയ ആൾക്ക് ജാമ്യം നൽകരുത്. മറ്റൊന്ന്, വലിയ സ്വാധീനമുള്ള വ്യക്തിയാണ്, വലിയ വ്യവസായിയാണ്. ഈ സാക്ഷികളെ സ്വാധീനിക്കാൻ, അതുപോലെ തെളിവ് നശിപ്പിക്കാനുള്ള സാധ്യതയുണ്ട്. അത്തരം സാഹചര്യങ്ങൾ കണക്കിലെടുത്ത് ജാമ്യം നിഷേധിക്കണം എന്ന പ്രോസിക്യൂഷൻ താഴെ കോടതി, അതായത് മജിസ്ട്രേറ്റ് കോടതിയിൽ വ്യക്തമാക്കിയിരുന്നു. പിന്നീടാണ് ഈ ബോബി ചെമ്മണ്ണൂർ മജിസ്ട്രേറ്റ് കോടതി ജാമ്യാപേക്ഷ തള്ളിയതിനെ തുടർന്ന് ഹൈക്കോടതിയെ സമീപിക്കുന്നത്. ഹൈക്കോടതിയിലും പ്രോസിക്യൂഷൻ ഇതേ നിലപാട് തന്നെയായിരുന്നു. പക്ഷേ ഇത്രയും ദിവസം കസ്റ്റഡിയിൽ കഴിഞ്ഞ ഒരു കാലയളവ് കണക്കിലെടുത്താണ് ഇപ്പോൾ ജാമ്യം അനുവദിക്കുന്നത്. അല്ലാതെ ഇത്തരം ഒരു കേസിൻ്റെ മെറിറ്റിലേക്ക് കടക്കുന്നില്ല എന്ന് കോടതി വീണ്ടും ആവർത്തിച്ച് പറയുന്ന സാഹചര്യമുണ്ടായിരുന്നു. ഈ കുറ്റകൃത്യം ചെയ്തില്ല എന്ന് പറയാൻ പറ്റില്ല, ദ്വയാർത്ഥ പ്രയോഗമുണ്ട്, ആ വീഡിയോ ദൃശ്യങ്ങളിലുണ്ട്. അതോടൊപ്പം തന്നെ സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമുകൾ കോടതി പരിശോധിച്ചു, FIS പരിശോധിച്ചു. ഇത്തരത്തിലുള്ള കാര്യങ്ങളിലെല്ലാം ഇതിൽ പറയുന്ന ബോബി ചെമ്മണ്ണൂരിനെതിരെ ചുമത്തിയിട്ടുള്ള കുറ്റങ്ങൾ നിലനിൽക്കുന്നത് തന്നെയാണ് എന്ന് കോടതി തന്നെ കണ്ടെത്തി. പക്ഷേ കസ്റ്റഡിയിൽ തുടരേണ്ട ഒരു സാഹചര്യം അല്ലെങ്കിൽ കസ്റ്റഡിയിൽ ചോദ്യം ചെയ്യേണ്ട സാഹചര്യം നിലവിലില്ല. ഇനിയിപ്പോൾ കേസിൻ്റെ മറ്റ് നടപടികളുമായി പോവുക എന്നതാണ്. ജാമ്യം ഏതായാലും നൽകാം എന്ന് കോടതി വ്യക്തമാക്കുകയും ചെയ്തിട്ടുണ്ട്. ബോബി ചെമ്മണ്ണൂരിന് ജാമ്യം ലഭിക്കുകയാണ്. ജാമ്യം അനുവദിക്കാമെന്ന് ഹൈക്കോടതി പറഞ്ഞിരിക്കുന്നു. ഈ കേസിനെ സംബന്ധിച്ചിടത്തോളം അതിൻ്റെ ഒരു സ്വാഭാവികമായ സാങ്കേതികമായ നടപടി എന്നാണ് അതിനെ കാണേണ്ടത്. ബോബി ചെമ്മണ്ണൂർ ചെയ്ത കുറ്റം ഒരിഞ്ച് പോലും കുറയുന്നില്ല എന്നുള്ളത് കോടതി കൃത്യമായി തന്നെ വ്യക്തമാക്കുന്നുണ്ട്. എങ്കിലും ജാമ്യം ലഭിക്കുകയാണ്. ജാമ്യം അനുവദിക്കരുത് എന്ന പ്രോസിക്യൂഷൻ്റെ വാദം ഫലം കണ്ടില്ല. ജാമ്യം അനുവദിക്കുകയാണ്. പക്ഷേ ഇത്തരത്തിൽ ചെയ്ത കുറ്റത്തിൻ്റെ ഗൗരവം ഒട്ടും കുറയുന്നില്ല എന്നുകൂടി കോടതി വ്യക്തമാക്കുന്നുണ്ട്. ദ്വയാർത്ഥ പ്രയോഗം നടത്തിയില്ലേ എന്ന് കോടതി ആവർത്തിച്ച് ചോദിക്കുന്ന സാഹചര്യം ഉണ്ടായിരുന്നു. വിശദാംശങ്ങൾ നൽകുകയായിരുന്നു ഷബ്നാസ് സിയാദ്, ലീഗൽ ഡെസ്കിൽ നിന്നും.